തട്ടാങ്കര കുട്ടിയമ്മൂലിയാർ കേരളത്തിൻ്റെ ഇബ്നു ഹജർ എന്നാണ്. അത് പേര് പറയാനൊരു വജൂഹ് തസ്മിയത്തുണ്ട്. കുട്ടിയമ്മൂലിയാർ ഹജ്ജിന് പോകുമ്പോൾ മക്കത്ത്, ഇത് ഞാൻ പറയണത് നമ്മളെ വിഷയത്തിന് മുഖദ്ദിമയും കൂടിയാണ്. കാരണം ഈ ചാലകത്തിൻ്റെ അനുകാലികളെന്ന് പറഞ്ഞത് അന്നത്തെ മക്കത്തെ മുഫ്തിമാർ ഈ വിഷയത്തിൽ അയനുൽ ഖിബ്ല പാടെന്ന് പത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് ഇതിന് പറയേണ്ടത്. പക്ഷേ മക്കത്തെ മുഫ്തിമാരൊന്നും തട്ടാങ്കര കുട്ടിയമ്മൂലിയാരെ പക്ഷത്തിൽ ഷെയ്ഖ് മദ്കൂറല്ല. ഇതാണ് പറയാനാണ് ഇത് പറഞ്ഞത്. അങ്ങനെ തട്ടാങ്കര കുട്ടി ഹജ്ജിന് പോകുമ്പോൾ തൊയ്ഫ് ഹർസ് കിടക്കുന്നുണ്ട്. തൊയ്ഫ് ഹർസ് വന്നപ്പോൾ അവിടുത്തെ മുഫ്തിമാർ തട്ടാങ്കര കുട്ടിയമ്മൂലിയാർ ഒരു ഇഷ്കാലിട്ടു. അങ്ങനെ തട്ടാങ്കര കുട്ടിയമ്മൂലിയാർ പറഞ്ഞു, നിങ്ങൾ തൊയ്ഫ വായിച്ചത് തെറ്റിയാണ്, അവിടെ അങ്ങനെയല്ല തൊയ്ഫയിലുള്ളത്. കാരണം തട്ടാങ്കര കുട്ടിയമ്മൂലിയാർ തൊയ്ഫൻ്റെ ഇബാറത്ത് വായിച്ചു. അപ്പം നോക്കൂ, ഒരു നുസ്ഖയിലും കുട്ടിയമ്മൂലിയാർ പറഞ്ഞ മാതിരി ഇല്ല. തട്ടാങ്കര കുട്ടിയമ്മൂലിയാർ പറഞ്ഞു, ഇബ്നു ഹജർ തങ്ങളുടെ കയ്യെഴുത്ത് കോപ്പി നിങ്ങൾ എടുത്ത് വായിച്ചാൽ ഞാൻ വായിച്ച മാതിരി ഉണ്ടാവും എന്നാണ്. അങ്ങനെ ഇബ്നു ഹജർ തങ്ങളുടെ കയ്യെഴുത്ത് കോപ്പി ഉണ്ടായിരുന്നു മക്കത്ത്. അത് എടുത്തു വന്നപ്പോൾ ഓലും ഇങ്ങനെ തൊയ്ഫ് വായിച്ചു. തട്ടാങ്കര കുട്ടിയമ്മൂലിയാർ കാണാതെ ഇങ്ങനെയാണ് വായിച്ചു ഈ ഭാരത്ത് മുഴുവനും. അപ്പോൾ കുട്ടിയമ്മൂലിയാർ വായിച്ച മാതിരിയാണ് ഇബ്നു ഹജർ തങ്ങളുടെ കയ്യെഴുത്ത് കോപ്പിയിലുള്ളത്. അപ്പോൾ അന്നത്തെ മുഫ്തി പറഞ്ഞതാണ്, ഇയാൾ കേരളത്തിലൊരു ഇബ്നു ഹജർ തന്നെയാണല്ലോ എന്ന്. അങ്ങനെയാണ് കേരളത്തിൻ്റെ ഇബ്നു ഹജർ എന്ന് തട്ടാങ്കര കുട്ടിയമ്മൂലിയാർക്ക് പറയാൻ കാരണം. തട്ടാങ്കര കുട്ടിയമ്മൂലിയാരെ മകളെ പുതിയാപ്പിള അബ്ദുറഹ്മാൻ മൗലിയാർ കെട്ടിയതാണ് പുതിയാപ്പിള അബ്ദുറഹ്മാൻ മൗലിയാർ എന്ന് പറയാൻ കാരണം. അത് തട്ടാങ്കരൻ്റെ പുതിയാപ്പിള, ഇങ്ങനെയാണ് ആ പേര് വന്നത്.